എല്ലാവർക്കും ജാസ്ബ്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. ഇത് സ്നാക്കായിട്ടല്ല, ഏത് നേരം നമുക്ക് കഴിക്കാൻ പറ്റും. ഡിന്നറായിട്ടും കഴിക്കാം, രാവിലത്തെ ചായക്കും കഴിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് പച്ചരി ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. 3 മണിക്കൂറിന് ശേഷം വൃത്തിയായി കഴുകിയെടുക്കണം. ഇവിടെ ഇപ്പം നല്ല മഴയാണ്, നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാമല്ല. അപ്പോൾ അതാ 3 മണിക്കൂറിന് ശേഷം വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് ചോറാണ്, അതേപോലെ 1/2 കപ്പ് തേങ്ങയും, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കണം. വെള്ളം എന്ന് വെച്ചാൽ ഇതിങ്ങനെ മുങ്ങി നിൽക്കാൻ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഞാനിത് അരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് കുഞ്ഞുള്ളി ചേർത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നില്ല. അതുകൊണ്ട് ഒരു 5-6 കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചിട്ട് വരാം. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഒരു 1/4 കഷ്ണം ഇട്ടാൽ മതി. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ചേർക്കണം, എന്നെങ്കിലേ നല്ലൊരു മണം ഉണ്ടാവും, ടേസ്റ്റും കൂടും. കുഞ്ഞുള്ളി അല്ലെങ്കിൽ വെല്ലുള്ളി ചേർക്കാം. ഇതിന്റെ പാകം, വെള്ളത്തിന്റെ പാകം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പച്ചരിച്ച ദോശ ഇടുന്നില്ല, ആ ഒരു പാകം തന്നെ. ഈ ഒരു പാകം. ഈ മാവ് അധികം കട്ടിയായി പോകാൻ പാടില്ല, അപ്പൊ നമ്മൾ അപ്പത്തിന് ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല, ഉറപ്പായി പോകും. ഈ ഒരു ലൂസ് വേണം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ പാത്രം അടിയിൽ വെള്ളം വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഇല്ലെന്ന് വെച്ചാൽ അതിൽ നല്ലോണം വെളിച്ചെണ്ണ തടവി കൊടുക്കണം. എണ്ണ നല്ലോണം തടവി കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര കട്ടിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് മതി. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടും. ഇതാ ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ വേവിച്ചെടുക്കട്ടെ. രണ്ടും കൂടി വെന്തിട്ട് നല്ലോണം ചൂടാറിക്കഴിഞ്ഞ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചൂടാറുമ്പോൾ തന്നെ സൈഡിൽ നിന്നെല്ലാം വിട്ട് വരും, കണ്ടില്ല? ഒരു കത്തി കൊണ്ട് ഒന്നിങ്ങനെ വരഞ്ഞോടുത്ത് ഒരു സ്പൂണോ ഒരു ചട്ടുവനോ കൊണ്ടോ ഇത് ചിള്ളിയിട്ട് എടുത്താൽ മതി. അടിക്കൊന്നും പിടിക്കുകയോ പറ്റിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ലോണം എണ്ണ തടി കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം, വലിങ്ങനെ നീളത്തിലെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ വെറുതെ കടിച്ച് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ കറിയും കൂട്ടിയിട്ടും കഴിക്കാം, നല്ല മുളക് കറിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ ഉപ്പും മുളക് പൊടിയും ഇട്ട് പാനിൽ കുറച്ച് എണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ ആയി. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. ഞാനിപ്പോൾ ഇത് വൈകുന്നേരത്തെ ചായക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല മഴയിലുള്ള സമയത്ത് നമുക്ക് വിശപ്പ് കൂടുതലല്ലേ, അന്നേരം ഇതുപോലത്തെ കുറച്ച് ഹെവി ആയിട്ടുള്ള സ്നാക്കെല്ലാം ഉണ്ടാക്കി നല്ല ചൂടോടെ കഴിക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പുറത്ത് നല്ല മഴയുണ്ട്, ഞാൻ കാണിച്ചു തരാം.